നമ്മൾ ആരും അത് തൊടാനും പോകുന്നില്ല, നമ്മൾ ആരും അത് എടുക്കാനും പോകുന്നില്ല, നമ്മൾ ആരും അത് പ്രചരിപ്പിക്കാനും പോകുന്നില്ല, നമ്മൾ ആരും അത്തരം വഴിയിലൂടെ സഞ്ചരിക്കാനും പോകുന്നില്ല. പക്ഷെ ഇവിടെ ഇല്ലാത്ത ചില കഥകൾ പറഞ്ഞ് നമ്മുടെ മേലെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ബഹുമാനത്തോടെ അല്ലാതെ ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ ഇന്നവരെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ നവമാധ്യമ ഇടപെടലുകളിൽ എവിടെയെങ്കിലും എതിരാളികളെ സംബന്ധിച്ച് മോശപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് എന്റെ നാവിലോ എന്റെ വിരൽത്തുമ്പിലോ വരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ? നമ്മളത് ചെയ്തിട്ടില്ല, നമ്മളത് ചെയ്യിപ്പിക്കുകയുമില്ല, അത് ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പുമില്ല എന്ന കാര്യത്തിന് സംശയം വേണ്ട. പക്ഷെ വ്യാജമായ പല കാര്യങ്ങളും പറയാം, അത് പ്രചരിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് അതിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വടകരയുടെ തീരുമാനത്തെ മാറ്റാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ്. അവിടെയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ജാഗ്രതയോടെ ഇടപെടണം. ഫീൽഡിലും നവമാധ്യമങ്ങളിലും ഫോണിലുമെല്ലാം ജാഗ്രതയോടെ ഇടപെടണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. കാരണം ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നുണ്ടാക്കുന്ന കഥകൾ അത് വേറെ ആർക്കെങ്കിലും എതിരാണെന്ന് പറയുമെങ്കിലും അത് ഉണ്ടാക്കുന്നത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്കും ചില സന്ദേഹങ്ങളുണ്ട്, നമുക്കും ചില സംശയങ്ങളുണ്ട്. ഞാൻ അതിന്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ വാക്കിലും പ്രവൃത്തിയിലും ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. മനഃപൂർവമായ പ്രകോപനം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായേക്കാം. ചെറിയ തർക്കങ്ങളും ചെറിയ ഇഷ്യൂസുകളും ഒക്കെ ഉണ്ടാക്കി അത് സംഘർഷങ്ങളിലേക്ക് നയിക്കപ്പെടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ജനാധിപത്യത്തിൽ എവിടെയാണ് ബോംബിന്റെ സ്ഥാനം എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഉയരുകയാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക. ഒരാളും ഇട്ടുതരുന്ന ഇരയിൽ നമ്മൾ കൊത്താൻ പാടില്ല. നമ്മൾ നമ്മുടെ വഴിയെ മുന്നോട്ട് പോവുക. നമ്മൾ ഈ നാടിന്റെ ഐക്യത്തിന്റെ വഴിയെ മുന്നോട്ട് പോവുക. നമ്മൾ ഈ നാടിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വഴിയെ മുന്നോട്ട് പോവുക. ആവേശം അത് വാനോളമാണ്. അച്ചടക്കവും വാനോളം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഇനിയുള്ള 10 ദിവസവും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട്